നമസ്കാരം, ഞാൻ ദിനേഷ് സൗബർണിക. നമ്മുടെ ഡാർക്ക് റെഡ് സിംഗിൾ പെറ്റൽ അഡീനിയം സുന്ദരി കണ്ടില്ലേ? എന്താ ഭംഗി കാണാൻ അതിൻ്റെ ഡാർക്ക് റെഡിന്. അതേപോലെ അതിന് ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ പെറ്റൽസിന്. ഞാൻ കുറേ മുന്നേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് സിനിമാ താരങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ള ആളുകൾ കൂടുതലായിട്ട് അഡീനിയം ചെടി വളർത്താൻ കാരണം എന്ന്. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് എൻ്റെ സുഹൃത്തൊരു ഡോക്ടർ പറഞ്ഞത്, സിനിമാ താരങ്ങൾ മാത്രമല്ല പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന വളർത്തുന്ന ഒരു ചെടിയാണ് അഡീനിയം എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അപ്പോൾ സാറിൻ്റെ ഉത്തരം എന്താണ്, ഇങ്ങനെ പ്രൊഫഷണൽസ് ഇത് അഡീനിയം വളർത്താൻ കൂടുതൽ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എല്ലാ ദിവസവും ജോലിയുടെ തിരക്ക്, രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വൈകിട്ട്, പിന്നെ നേരത്തെ പോകേണ്ടി വരും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഒരു ഗാർഡനറുടെ സഹായത്തോടെ വീട്ടിലെല്ലാവരും കൂടിയിട്ട് അന്നാണ് അവരുടെ എൻജോയ്മെൻ്റ് ഡേ. പുറത്തിറങ്ങി ചെടികൾ പരിപാലിക്കലും ഒക്കെ ഒരാളെ ഹെൽപ്പിനുണ്ടാവും. വീട്ടിലത്തെ ആളുകളും കുട്ടികളും ഒക്കെ കൂടി വെച്ചിട്ട് ഈ ചെടി പരിപാലനം. അപ്പോൾ ഒരു ദിവസമേ അവർക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശരിക്കും സമയം കിട്ടുള്ളൂ. ബാക്കി സമയത്ത് വൈകുന്നേരം ചിലപ്പോൾ നനയ്ക്കുക ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ യഥാർത്ഥ ഒരു മെയിൻ്റനൻസ് വരുന്നത് മന്ത്ലി വൺസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു ദിവസമേ കിട്ടുള്ളൂ, അന്ന് ഞങ്ങളതിന് കൃത്യമായി വളം ഇട്ട് കൊടുക്കും, കൃത്യമായി ഒരു നനയ്ക്കും, എന്നിട്ട് നല്ല വെയിലത്ത് മതിലിൻ്റെ ഏറ്റവും ടോപ്പിൽ, വെള്ളം വേണ്ടാത്ത ചെടിയാണെന്ന് അറിയാം, അതുകൊണ്ട് മതിലിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗത്ത് എവിടെ വെച്ചാൽ അവിടെ വെക്കും. കാരണം അവിടേക്ക് വെള്ളം ഒഴിക്കില്ല, അങ്ങനെ വെക്കും. വല്ലപ്പോഴും ഒരു നന കൊടുക്കും എന്നുള്ളത് മാത്രമാണ്. നോക്കാൻ സമയം കിട്ടില്ല. വന്ന് നോക്കുന്ന സമയത്ത് നിറഞ്ഞ് പൂവിട്ടിരിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് അഡീനിയം പ്രൊഫഷണൽസ് വളർത്താൻ കാരണം എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം എന്നും വീട്ടിൽ ചെടി പരിപാലിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു ചെടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എന്നും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി നാശമായി പോകും, എന്നും വളർട്ട് കൊടുത്താലും ചെടി നാശമായി പോകും. അപ്പോൾ ഒരു തവണ എല്ലാം ചെയ്തൊരു സ്ഥലത്ത് സെറ്റാക്കി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് വളർന്നോളൂ. അപ്പോൾ അവർക്ക് ആ ആനന്ദം കിട്ടുന്ന, അല്ല എൻജോയ്മെൻറ്റ് കിട്ടുന്ന ദിവസം, മാസത്തിൽ ഒരു ദിവസം നമ്മൾ ചെടിയുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ്. ബാക്കി ചെടി ചുറ്റും കാണുന്നു, പൂവിട്ട് നിങ്ങൾക്ക് ചെമ്പരത്തി ഉണ്ടായിരിക്കാം, തെച്ചി ഉണ്ടായിരിക്കാം, റോസ്. അപ്പോൾ റോസാ ചെടി ആണെങ്കിൽ ഡെയിലി പരിപാലിക്കണം, ബൊഗൻവില്ല ആണെങ്കിൽ ഡെയിലി പരിപാലിക്കണം, വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ ചെടികളുടെ പ്രത്യേകത അങ്ങനെ ലോങ് ടൈമിൽ വെള്ളം ഇല്ലാണ്ട് ഇരുന്നോളും. അപ്പോൾ ഇത് തന്നെയാണ് ഫിലിം ഫീൽഡിലുള്ള ആളുകളും അതുപോലെ പ്രൊഫഷണൽ ആളുകളും, ജോലി കൂടുതൽ സമയം ചെയ്യേണ്ടി വരുന്ന ആളുകളൊക്കെ അഡീനിയം വളർത്താനുള്ള കാരണം. ഈ ഇടയ്ക്ക് ഈ ഉത്തരം പറഞ്ഞപ്പോൾ തന്നെയാണ് എന്നോട് ഈ ചെന്നൈയിലുള്ള ഒരാൾ, ഒരു IT പ്രൊഫഷണൽ, അദ്ദേഹത്തിൻ്റെ ടെറസിലുള്ള 3-4 ചെടികളുടെ ഫോട്ടോ അയച്ചു. 3-4 ചെടി ആകെ ഉള്ളൂ അഡീനിയം, ഒരു ഇല പോലും കാണാതെ പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയാം, നൈറ്റാണ് ഡ്യൂട്ടി, ഡേ ടൈം ഫ്രീ ആണ്. വളരെ ചെറിയൊരു സ്ഥലത്ത്, ഒരു റൂം 2 റൂമായിട്ട് ചെറിയൊരു ഫ്ലാറ്റിൻ്റെ ഒരു ബാൽക്കണി, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് 1-2 മണി പ്ലാന്റ് സൈഡിൽ വെച്ചിട്ട് 2 നേരം എന്ന് പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഗ്ലാസിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ മേലെ 4 അഡീനിയം വെച്ചിട്ടുണ്ട്. നിറഞ്ഞു പൂവിട്ട് നിൽക്കുന്നു. വെള്ളം ഒഴിക്കേണ്ട, ചെന്നൈയിലെ കാലാവസ്ഥ ചൂടാണ്, ചൂടുള്ളത് കൊണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് ഫീൽഡിലുള്ള പ്രൊഫഷണൽസ് ആയാലും അവർ ആ ജോലിയുടെ തിരക്കും ടെൻഷനും അതൊക്കെ അതിൻ്റെ ഇടയിൽ റിലാക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഗാർഡനിങ്. അതിന് പറ്റിയൊരു ചെടിയാണ് അഡീനിയം. മെയിൻ്റനൻസ് കുറവ്, വെള്ളം വളരെ കുറവ്, വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ചെടി നമുക്ക് സന്തോഷകരമായി ധാരാളം പൂവ് തരും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഇത് ഒരു പ്രൊഫഷണൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. താങ്ക്